ഹായ് ഗായ്സ്, രാവിലെ തന്നെ നായി പോലത്തെ ഒരു ചെങ്ങ ഫോണൊക്കെ വിളിച്ചോട് കൂടി മനസ്സിന്റെ ഉറക്കം പോയി. ഇനിയിപ്പോ എന്താ ചെയ്യാ? അങ്ങനെ നിക്കുമ്പോഴാ എന്റെ ചെങ്ങായി എന്നെ വിളിച്ചു. ഓന് കോളേജിൽ ഫീസ് അടക്കാൻ. അങ്ങനെ കോളേജിലെത്തി. ഇപ്പൊ അടക്കണത് 6th സെമ്മിന്റെ ഫീസാ. 6th സെമ്മാണ് ഞങ്ങൾക്ക് ഫുൾ ഇന്റേൺഷിപ്പ് ആണ്. അപ്പൊ പിന്നെ ഇതിന്റെ ഫീസ് അടക്കണത്. ഫീസ് അടച്ചാലേ സർട്ടിഫിക്കറ്റ് തരുള്ളൂ. അടക്കാതെ വരെ നിവർത്തിയില്ല. ഇവരൊക്കെയാണ് നമ്മളെ കോളേജിന് വേണ്ടി പുറത്തുനിന്ന് മെഡലാള് കൊണ്ട്. ഈ കളിന്റെ പേരാണ് ഡ്രോപ്പ് ത്രോബോൾ. ഞാൻ പിന്നെ കോളേജിൽ ചെക്കന്മാരെ പഠിച്ചു പൊളിച്ച കരുതി ഇതിനൊന്നും കൂടിയില്ല. എന്നാലും ഞാനാണ് ഇവിടുത്തെ നിലവിലത്തെ ചാമ്പ്യൻ. അവിടെ ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ തന്നെ ചാമ്പ്യന്റെ ട്രോഫിന് തൂക്കി. പിന്നത്തെ 2 കൊല്ലം ഗ്രൗണ്ടിന്റെ പണി നടക്കുന്നുണ്ട്, സ്പോർട്സ് നടന്നു. അല്ലെങ്കിൽ ഇപ്പൊ 2 തൂക്കി. അങ്ങനെ ചൂടത്ത് നട്ടം തിരിഞ്ഞാർന്നപ്പോ എവി ഹാളിൽ എന്തോ ക്ലാസ് നടന്നുകൊടുക്കുക. നല്ല എസിയും പോരാത്തിന് ചാരി ഇരിക്കണ കസാരി. ഇവിടെ ഫുള്ള് പെൺകുട്ടികളാറിന് ഫോൺ വിളിച്ചപ്പോൾ അളി എത്തിയത്. എന്റെ പോക്കറ്റിൽ എന്തോന്ന് തടഞ്ഞപ്പോ തപ്പി നോക്കിയതാ. ഇതെന്നെങ്ങാനോ പോക്കറ്റിൽ മറന്നു വെച്ചാ. ഇമ്മ പാന്റ് 2 റൗണ്ട് തിരുമ്പിയും ചെയ്തു. ക്ലാസ് കഴിഞ്ഞ് AC ഓഫ് ആക്കണ വരെ നമ്മളതിന്റെ ഉള്ളിൽ തന്നെ. എല്ലാരോടും ബായ് പറഞ്ഞ നാട്ടിൽ ഇപ്പൊ കുറച്ച് കാലമായിട്ട് ക്രിക്കറ്റാ. നോമ്പുകാലത്ത് തുടങ്ങിയത് നമ്മളെ ഈ ക്രിക്കറ്റ് കളി. രാവിലെ ഇവിടെ ഫുട്ബോളും കളിക്കലുണ്ട്. രാവിലെ ഫുട്ബോൾ കളിക്കുമ്പോൾ വൈകുന്നേരം ക്രിക്കറ്റ്. അതല്ല അതിന്റെ ഒരു അടുത്ത ബാറ്റിങ്ങിന് ഇറങ്ങണ ഞാനാ. സമ്പത്തിനും വലിയ ഗ്രൗണ്ട് ഉണ്ടെങ്കിലും ഗ്രൗണ്ടിന്റെ ഒരു മൂലൊക്കെ പോയി വെട്ടിക്കളി കളിച്ചത് വേറെ ഫീലാണ്. ഇതൊക്കെ ഈ പ്രായത്തിൽ തന്നെ നടക്കുള്ളൂ. കുറച്ച് കാലം കണ്ട് കഴിഞ്ഞ പ്രായമായി, പ്രാരാബ്ദമായി. അതുകൊണ്ട് നാട്ടിലെ ടൈമിൽ മാക്സിമം എൻജോയ് ചെയ്യുക. അങ്ങനെ കളിയൊക്കെ കഴിഞ്ഞ് കുളിച്ച് കുട്ടപ്പനായി നിലമ്പൂർക്ക് ഇറങ്ങി. ചെങ്ങായിന്റെ S23 അട്ടന്റെ സ്ക്രീൻ കാർഡ് മാറ്റാം. ഇത് പിന്നെ നോക്കണ്ട, ഓനെ കാണുന്ന ശരീരം തന്നെ ഉള്ളൂ. അതിനുള്ള ബുദ്ധി പടച്ചോൻ കൊടുത്തിട്ടില്ല. അങ്ങനെ അവിടുന്ന് ഇറങ്ങി നേരെ വിട്ട് മന്തി അടിക്കാനാണ്. മലയാളികളെ ദേശീയ ഭക്ഷണം പൊറാട്ടയും ബീഫും മാറ്റിയിട്ട് മന്തി അൽഫാമും ആക്കല്ല സമയം അതിക്രമിച്ചു കഴിഞ്ഞു. അങ്ങനെ ഞങ്ങളിത് തിന്നിട്ട് അപ്പോക്കെ ബൈ.